ഇന്ന് നമുക്ക് മനുഷ്യനൊരു ആമുഖം എന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ വയലാർ അവാർഡൊക്കെ ലഭിച്ച നോവലാണ് സുഭാഷ് ചന്ദ്രൻ്റെ 2012 ഇറങ്ങിയ. ധീരനും സ്വതന്ത്രനും സർവോപരി സർവകാത്മകനുമായ മനുഷ്യ ശിശു 60-70 വർഷം കൊണ്ട് ഭീരുവും പരതന്ത്രനുമായി സ്വന്തം സൃഷ്ടിപരത വംശവൃദ്ധിക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച് ഒടുവിൽ വൃദ്ധവേഷം കിട്ടിയ വലിയൊരു കുട്ടിയായി മരിച്ചു പോകുന്നതിനെയാണ് മനുഷ്യജീവിതം എന്ന് പറയുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മനുഷ്യനായപ്പെടുന്നതിൽ എനിക്ക് അഭിമാനിക്കാനേ ഒന്നുമില്ല. ഇതേന്തരം ആൻമേരിക്ക് അയച്ച കത്തിൽ നിന്നാണ് ഈ നോവൽ തുടങ്ങുന്നത്. നോവലിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കത്തിൽ തുടങ്ങിയെന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ചരിത്രവും സർഗാത്മകതയും സമരങ്ങളുമെല്ലാം ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ ലഘൂകരിക്കപ്പെട്ടു പോയി എന്നുള്ളതിൻ്റെ അന്വേഷണമാണ് ഈ നോവൽ. ആൾക്കൂട് എന്ന് പറയുന്ന ഒരു ചിത്രവാദക്കൂട്ടിൽ, ആളിൻ്റെ രൂപത്തിലുള്ള ഒരു ഇരുമ്പ് പട്ടയൊക്കെ നിർമ്മിച്ചിട്ടുള്ള ചിത്രവാദക്കൂട്ടിൽ രാജകോപത്തിനിരയായവരെ 10-12 ദിവസം മരത്തിന് മുകളിൽ കെട്ടിയിട്ട് ശിക്ഷിക്കുന്ന ഒരു രീതി നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അയാളുടെ മലമൂത്ര വിസർജനങ്ങൾ ശേഖരിക്കാൻ താഴെ ഒരു കുഴിയുമുണ്ടാകും. അങ്ങനെ പോകെ പോകെ ക്ഷീണിച്ച് ജഡമായി തീരുന്ന ഇതിനെ പുറത്തുനിന്ന് കഴുകന്മാർ വന്ന് കൊത്തി വലിക്കുന്നു. ചിലപ്പോൾ മരിക്കുന്നതിന് മുമ്പേ കഴുകന്മാർ കൊത്താൻ തുടങ്ങും. അത്തരം വിചിത്ര വിധിയേറ്റ അയ്യാപിള്ള കഴുകനെ പോ എന്നാട്ടുകയും അങ്ങനെ അയ്യാട്ടുംപിള്ളി എന്ന കുടുംബ പേര് കിട്ടിയ ജിതനിൽ നിന്നുമാണ്, 3ാം തലമുറക്കാരനായ ജിതനിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ജിതേന്ദ്രന്റെ മരണത്തിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത്. അധികാരത്തിനെതിരെ സംസാരിച്ച് തീക്ഷ്ണമായി മരണം വരിച്ച അയ്യാപിള്ളിയിൽ നിന്നും അടുത്ത കാലഘട്ടത്തിലേക്ക് നാരാപിള്ളിയിലെത്തുമ്പോൾ തന്റെ മരണം എന്തെങ്കിലും രീതിയിൽ അടയാളപ്പെടുത്തണം എന്ന് തോന്നി മലമൂത്ര വിസർജനം കൊണ്ട് വാതിലുകളിൽ അടയാളപ്പെടുത്തി വെച്ചു പോകേണ്ടി വരുന്ന ഗതികേടാണ് നാരാപിള്ളക്കുള്ളത്. അവിടുന്ന് 3ാം തലമുറക്കാരനായ ജിതേന്ദ്രൻ എല്ലാ തരത്തിലും സർഗാത്മക കഴിവുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അയാൾ ജീവിതത്തിന്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയെ വേണ്ടത്ര ഗൗനിക്കാതെ മനുഷ്യന്റെ പുറംപൂച്ചുകൾ അഭിരമിച്ച് തന്റെ മുതുമുത്തച്ഛൻ തൂങ്ങി നിന്ന അതേ ഉയരത്തിൽ ഫ്ലാറ്റിന്റെ 8ാം നിലയിൽ പള്ളയ്ക്ക് താഴെ ഏകദേശം മുത്തച്ഛന് കഴുകന്റെ കൊത്തുകൊണ്ട് ആ ഭാഗത്തു നിന്ന് വെക്കുകയും താഴുകയും അത് നെഞ്ചിലേക്ക് പടർന്നു കയറുകയും ചെയ്ത് വെറുതെ അങ്ങ് മരിച്ചു പോവുകയാണ്. നമ്മുടെ മരണം പോലും ലഘൂകരിക്കപ്പെട്ടു പോവുകയാണ്. ഞാൻ തിന്നു, കുടിച്ചു, ഭോഗിച്ചു, മരിച്ചു. പക്ഷെ മരണത്തെ അതിജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യില്ല. എനിക്ക് ഉത്തരമുണ്ടാവില്ല. എന്റെ ഭാണ്ഡം ശൂന്യമായി, ഒഴിഞ്ഞ ഹൃദയത്തെക്കാൾ ഭാരമുള്ളതായി ഈ ഭൂമിയിലും നരകത്തിലും മറ്റൊന്നുമില്ല. മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയിലൂടെ കഥാകാരൻ പറയാൻ ശ്രമിക്കുന്നത് അതുപോലെയാണ്. ക്രമേണ ആദരം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യ സമൂഹത്തെക്കുറിച്ചുള്ള ആശങ്കകളും ഉത്കണ്ഠകളുമാണ് ഈ നോവൽ. ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളെ പരാമർശിക്കുന്ന ഭാഗങ്ങളിൽ ഇതുവരെ ആവർത്തിച്ചു പോകുന്ന ഒരു വാർപ്പു മാതൃകളെ സുഭാഷ് ചന്ദ്രൻ പിന്തുടരുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു വിയോജിപ്പായിട്ട് തോന്നിയ കാര്യമാണ്. ജിതേന്ദ്രൻ എന്ന സർഗാത്മകമായ കഴിവുള്ള ഒരു കഥാപാത്രം, ജിതേന്ദ്രന്റെ അമ്മാവൻ ഗോവിന്ദൻ ഒരു അധ്യാപകൻ, ഗോവിന്ദന്റെ അച്ഛൻ നാരാപിള്ള ഒരു ഫ്യൂഡൽ പ്രമാണി, ഇങ്ങനെ 3 കാലഘട്ടത്തിലുള്ള 3 കഥാപാത്രങ്ങളിലൂടെയാണ് നോവൽ കടന്നു പോകുന്നത്. കർമ്മം, അർത്ഥം, കാമം, മോഹം, ഇങ്ങനെ 4 ഖണ്ഡങ്ങളായി ക്രമീകരിച്ചിട്ടുള്ള രീതിയിലാണ് ആഖ്യാനം. പുതിയ കാലങ്ങളിൽ കാലാതീതമായ കൃതികൾ ഉണ്ടാകുന്നില്ല എന്ന ആശങ്ക ഉള്ള ഒരു കാലഘട്ടത്തിലാണ് കാലാതീതമാകണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. സർഗാത്മകത ഇനിയും പറ്റിപ്പോയില്ല, അതിനെയും തുടരുമെന്ന് അവസാനങ്ങളിലേക്ക് എത്തുമ്പോൾ സുഭാഷ് ചന്ദ്രൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ജിതേന്ദ്രൻ എഴുതാൻ കഴിയാതെ പോയ മനുഷ്യന്റെ ആമുഖം എന്ന നോവലുമായി ഒരു അജ്ഞാത എഴുത്തുകാരൻ ആൻമേരിയെ വന്ന് കാണുന്നുണ്ട്. അത് ഈ സത്യമാണ് വെളിവാക്കുന്നത്. എല്ലാ പർവ്വതങ്ങളുടെയും കീഴറ്റത്ത് ഒരേ ലാവ തിളയ്ക്കുന്നുണ്ടെന്നും ദുർബലമായ ഒരു പർവ്വതത്തിലൂടെ അത് പുറത്തേക്ക് ചീറ്റി ഒഴുകുകയും അത്തരം പർവ്വതങ്ങളെ നമ്മൾ അഗ്നിപർവ്വതം എന്ന് വിളിക്കുന്നു. തീയാടുന്ന ശിരസുള്ള അത്തരം മനുഷ്യരെ എഴുത്തുകാരൻ ശൂന്യമായ തന്റെ ജീവിതം ഇപ്പോൾ ആരോ വായിച്ച് അടച്ചു വെച്ച ഒരു പുസ്തകം പോലെ അവൾക്ക് തോന്നി. അതിന്റെ കനത്ത പുറംചട്ട പോലെ ഫ്ലാറ്റിന്റെ വാതിൽ നിന്നു അതിപ്പോൾ മറ്റൊരാൾ തുറക്കും. വിധവയായ തന്നെ അതിന്റെ ആദ്യത്തെ അധ്യായം എന്ന നിലയിൽ കണ്ടെത്തും. മുഖാമുഖം വെച്ച കണ്ണാടികൾക്കിടയിൽ പെട്ടുപോയതുപോലെ സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനും ഇടയ്ക്ക് താന്തമായി ആവർത്തിക്കുന്നതായുള്ള തോന്നലിൽ കുടുങ്ങി അവൾ വാതിലിന്റെ മീൻകണ്ണിലൂടെ പുറത്തേക്ക് നോക്കി. എൻ പ്രഭാകരൻ ഭാഷാഭൂഷണിൽ പറഞ്ഞ ഒരു കാര്യം, കല്ലിൽ കൊത്തിയെടുത്തതുപോലുള്ള അനേകം കഥാപാത്രങ്ങൾ, അത്യന്തം വികാരതീഷ്ണതയുള്ള എത്രയോ ജീവിത മുഹൂർത്തങ്ങൾ, ഇല്ലുറപ്പുള്ള ഭാഷ, അസാധാരണമായ വിധം ചൈതന്യവിത്തായ ഇമേജുകൾ, മനുഷ്യാവസ്ഥയുടെ നാനാമുഖങ്ങളെക്കുറിച്ച് മൗലിക നിരീക്ഷണങ്ങൾ എന്നിങ്ങനെ ഈ നോവലുമായി ആത്മബന്ധം സ്ഥാപിക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പലതാണ്. അത്ഭുതകരമായ അളവിൽ സർഗോർജത്തിന്റെ വിനിയോഗം നടന്നിട്ടുള്ള കൃതിയാണിത്.
കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിക്കുകയും ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുകയും ചെയ്യുന്ന പച്ച മനുഷ്യർക്കാണ് ഇത്